മേളമായിട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം കിട്ടി അവസാനിച്ചു. ഇത്രയും ദിവസം എന്തൊക്കെ പ്രത്യാരോപണങ്ങളായിരുന്നു. ഇനി നമുക്ക് കുറച്ച് സ്നേഹപ്രകടനാവാം. ഈ പ്രചാരണത്തിന് വേണ്ടി നമ്മുടെ സ്വരാജ് റോട്ടിൽ കൂടെ ഇങ്ങനെ പോവായിരുന്നു. അപ്പതാണ്ട്ര കാറിലിരുന്ന ഒരാൾ കൈവീശി കാണിക്കണു. പ്രതാപേട്ടന്റെ ഒരു സ്നേഹപ്രകടനം കണ്ട. ഇത് കണ്ടിട്ട് കോൺഗ്രസ് നേതാക്കളുടെ കിളി പോയിണ്ടാവും. അല്ല, ഈ എം സ്വരാജിന് കൈ കൊടുക്കണ കണ്ടിട്ടല്ലോ. മൂപ്പര് ഇവിടെയും പ്രചാരണത്തിന് വന്നോന്ന് ആലോചിച്ചിട്ട്. അല്ല, തൃശ്ശൂരിലെ പ്രചാരണത്തിന്റെ ആഫ്റ്റർ എഫക്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതാലോചിച്ചിട്ട് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കള് ഉറക്കത്തിൽ നിന്ന് എണ്ണിക്കാറുണ്ടെന്നാണ് കേട്ടത്. പ്രത്യേകിച്ച് മുരളീധരേട്ടൻ. ഞാൻ തൃശ്ശൂർക്ക് മാറിയപ്പോ എന്റെ ഗ്രാഫും പോയി, കൂടെ പ്രതാപന്റെ ഗ്രാഫും. ഏയ്, അതുപോലെ ആവില്ല ഇവിടെ. ഇത് ജസ്റ്റ് സൗഹൃദത്തിന്റെ പുറത്ത് സംസാരിച്ചല്ലേ. ആശംസ നേരണമെന്നുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ലോ എന്നാണ് പ്രതാപേട്ടൻ എം സ്വരാജിനോട് പറഞ്ഞത്. അതെന്താ പ്രതാപേട്ടൻ അങ്ങനെ പറഞ്ഞത്? സംതിങ് ഫിഷി. നമ്മുടെ അടുത്ത സുഹൃത്തല്ലേ, അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഒരു ആഗ്രഹം അദ്ദേഹത്തിന് സാധിക്കുന്ന നിലയിൽ നിങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിച്ചു. കണ്ട എം സ്വരാജ് ജയിക്കണം എന്നാണ് ടി എം പ്രതാപന്റെ ആഗ്രഹം എന്ന് പറയണത്. കണ്ട എന്റെ കൊമ്രേടെ, നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ആ ഷൗക്കത്തേട്ടനെ ടെൻഷൻ ആക്കിക്കല്ലേട്ടാ. ഭാവി ചെല്ലിനോർത്ത് പാതാളം എന്നല്ലാണ്ട് പിന്നെ എന്ത് പറയാൻ. ഇതുകൊണ്ടൊന്നും തീർന്നില്ല സഖാവ് എം സ്വരാജിന്റെ അടുത്ത ലക്ഷ്യം അന്തരിച്ച മുൻ കോൺഗ്രസ് നേതാവ് വി പ്രകാശിന്റെ വീടാണ്. വേറെ ആളുകളെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്ത് വന്നപ്പോൾ പ്രകാശേട്ടൻ്റെ ഭാര്യയും മകളെയും ഒക്കെ ഒന്ന് സന്ദർശിക്കാം, സൗഹൃദം പുതുക്കാം എന്ന് കരുതി വന്നതാണ്. ഇനി ഇതിന്റെ പേരിൽ കോൺഗ്രസ് നേതാക്കളെ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. വി പ്രകാശിന്റെ വീട്ടിൽ പോയതും സൗഹൃദ സന്ദർശനം എന്നാണ് സ്വരാജ് പറയണത്. പെട്ടെന്നൊരു സൗഹൃദ സന്ദർശനം തന്നെയായിരിക്കും. അല്ല, അതുകൊണ്ട് എന്താ തെറ്റ്? അദ്ദേഹം പോട്ടെ. ഏത് സ്ഥാനാർത്ഥിക്കും ആരുടെയും വീട്ടിൽ പോകാനുള്ള അവകാശവും അധികാരവും ഉണ്ട്. ഞാൻ എത്ര മാസേരെ കണ്ട്. നേതാക്കളായ ഇങ്ങനെ വേണട്ടാ. അല്ല സതീശേട്ടാ, എന്നിട്ട് എന്ത് നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാടൻ സൗഖ്യത്ത് വി പ്രകാശിന്റെ വീട്ടിൽ പോവാഞ്ഞേ? അല്ല, അതൊക്കെ എന്തിനാ ആ വീട്ടിൽ പോണത്? ആ വീട്ടിലാരാ പോണത്? വി പ്രകാശിന്റെ വീട്ടിൽ എന്തിനാ സൗഖ്യത്ത് പോണത്? അത് പോകേണ്ട ആവശ്യമില്ല. ഇതെന്താ സതീശേട്ടൻ ഇങ്ങനെ പറഞ്ഞേ? ഇനി മനസ്സിലിരിപ്പ് അറിയാണ്ട് പുറത്തു വന്നതായിരിക്കോ? എന്തായാലും വി പ്രകാശിന്റെ വീട്ടിൽ ഇപ്പൊ തന്നെ സൗഹൃദ സന്ദർശനം നടത്താൻ കാണിച്ച സഖാവിന്റെ ആ ഒരു മനസ്സുണ്ടല്ലോ, അടിപൊളിയാണ്ടാ. സ്വരാജ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എല്ലാവരെയും സമീപിക്കുന്നുണ്ട്, വോട്ട് അഭ്യർത്ഥിച്ച് എല്ലാവരെയും സമീപിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും സമീപിച്ച കൂട്ടത്തിൽ പഴയ പ്രകാശന്റെ, കോൺഗ്രസ് നേതാവായിരുന്ന പ്രകാശന്റെ കുടുംബത്തെയും സന്ദർശിച്ചിട്ടുള്ളത് ശരിയാണ്. അയ്യോ സഖാവെ, അങ്ങനല്ല. വോട്ട് ചോദിക്കാൻ വേണ്ടി പോയതല്ല, സൗഹൃദം പുതുക്കാൻ വേണ്ടി പോയതാ. അങ്ങനെ വേണം പറയാൻ. ഞാൻ നടത്തിയത് വ്യക്തിപരമായ ഒരു സന്ദർശനമാണ്, ഒരു സൗഹൃദ സന്ദർശനമാണ്. സ്വരാജ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എല്ലാവരെയും സമീപിക്കുന്നുണ്ട്, വോട്ട് അഭ്യർത്ഥിച്ച് എല്ലാവരെയും സമീപിക്കുന്നുണ്ട്. രണ്ടുപേര് രണ്ടു തരത്തിൽ പറയണത് കേട്ടിട്ട് ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അതിന് സമയനഷ്ടം എന്നല്ലാതെ പറഞ്ഞില്ല. നേരത്തെ അൻവർ പോയായിരുന്നില്ല. അൻവർ പോയതിനു ശേഷം സ്മിത പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പ്രകാശ് ചേട്ടൻ്റെ പാർട്ടിയാണ്, കോൺഗ്രസ്സാണ്, കോൺഗ്രസിന്റെ വിജയമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ പലതരം അടവ് നയങ്ങൾ പുറത്തെടുത്തതിന് ശേഷം ഇവിടെ മുന്നണികള് കൊട്ടിക്കലാശം കിട്ട ആഘോഷാക്കി. ഒരാളൊഴികെ PV മാത്രം കൊട്ടിക്കലാശം നടത്തിയില്ല. ഇനി ഞാൻ ഒരുപാട് വെപ്രാളപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എനിക്കിനി കുറെ ആളുകളെ കാണാനും വോട്ട് പറയാനൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്ക് നീങ്ങാണ്. നിങ്ങളെല്ലാരും പാട്ടും കൂത്തൊക്കെ ആയിട്ട് കൊട്ടിക്കലാശം നടത്തിക്കോളൂ. ആ സമയത്തും ഞാൻ വീട് കയറി പ്രചാരണം നടത്തുന്നതാണ് PV പറയണത്. മാത്രല്ല, കൊട്ടിക്കലാശം നടക്കുമ്പോ അവിടെ ഭയങ്കര ഗതാഗത കുരുക്കായിരിക്കില്ലേ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണം. ഒന്നും ഞാൻ ചെയ്യില്ല എന്നാണ് അമ്പൂക്ക പറയണത്. ഓ, അമ്പൂക്ക ഒരു മാതൃക പുരുഷോത്തമൻ തന്നെ. പറഞ്ഞ് മൂപ്പൊരു വോട്ട് മുഴുവനും വാരിക്കൊണ്ടു പോവോ? അൻവർ ഈ പറയുന്നത്ര വലിയ ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുറച്ചോട്ട് എന്തായാലും പിടിക്കും. അത് 9 വർഷം MLA ആയിരുന്ന ഒരാളല്ലേ. ആരുടെ വോട്ട് അൻവറായിട്ടും പിടിക്കുക? വോട്ടായിരിക്കും കൂടുതൽ പിടിക്കാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. LDFന്റെ വോട്ട് അല്ലേ? UDFന്റെ വോട്ടോ അല്പസ്വല്പം വല്ലതും പോയേക്കാം. പക്ഷെ ഞങ്ങളെ അത് ബാധിക്കാൻ പോകുന്ന കാര്യമല്ല. ഇപ്പൊ അല്പസ്വല്പം UDFന്റെ വോട്ട് PV കിട്ടുന്നായ എന്താണ് ചെന്നിത്തലാജി ഒരു ഭയം പോലെ? 75,000 വോട്ടിൽ കുറയാത്ത വോട്ട് ചെയ്യാൻ പിടിക്കും. നിലമ്പൂര് വിധി എഴുതാൻ ഇനി ആകെ ഒരു ദിവസം കൂടിയുള്ളൂ. ആര് വാഴും ആര് വീഴുന്ന് നമുക്ക് കാത്തിരുന്ന് കാണാട്ടാ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ട്ടാ.